ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഐഫോൺ 17 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അടുത്ത മാസം 9-ാം തീയതിയാണ് ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു ഫോണിനകത്ത് ഐഫോൺ 17 സീരീസിലെ ഫോണുകൾക്കകത്ത് എല്ലാ മേഖലയിലും ചേഞ്ചുകളാണ്. അതായത് ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലായിടത്തും ഫാസ്റ്റ് ചാർജിങ് അടക്കം ഇമ്പ്രൂവ് ആവുകയാണ്. സോ 13 സീരീസ്, 14 സീരീസ് അല്ലെങ്കിൽ ഏതെങ്കിലും 12 ഒക്കെ കൈ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വലിയ മാറ്റങ്ങളില്ലല്ലോ എന്ന് കരുതി ഫോൺ മാറാതെ പഴയ വെർഷനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാം. കാരണം എല്ലാം മാറുകയാണ്. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനോട് ഇതിനെക്കുറിച്ചൊന്നും വലിയ വാചകം അടിക്കാൻ നിൽക്കണ്ട. കാരണം അവന്മാരിത് പണ്ടേ വിട്ട സീന എന്ന് പറഞ്ഞ് പൂച്ചിച്ചകളെ. സോ അതുകൊണ്ട് അവരോട് മിണ്ടണ്ട. നമുക്ക് ഐഫോൺ യൂസേഴ്സിനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും സെറ്റാണ്. സോ ആദ്യമായിട്ട് നമുക്ക് ഐഫോൺ 17 സീരീസിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. 6.1 ഇഞ്ച് ബേസ് മോഡൽ, അതുപോലെ 6.3 ഇഞ്ച് പ്രോ മോഡൽ, മാക്സിലേക്ക് വരുമ്പോൾ 6.9 ഇഞ്ച്. സോ അതൊക്കെ സെയിം ആയിരിക്കും. എന്നാൽ ഇതിനകത്ത് മാറ്റം വരാൻ പോകുന്നത് അതിൻ്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ ഇച്ചിരി കൂടുമെന്നുള്ളതാണ്. കാരണം ഇത് ഓൾറെഡി ഇത്തിരി വെയിറ്റും തിക്നെസ്സും കൂടിയിട്ട് ഈ വിരലുമ്പോൾ വെച്ച് ഈ വിരൽ എനിക്കിപ്പോൾ വേദനയാണ്. സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല, ശരിക്കും വേദനയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് വേദനയായി. അത് ഇതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. അവർ ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സൊക്കെ ഒരു ലേശം കൂടി കൂട്ടുകയാണ്. കാരണം ബാറ്ററി കൂട്ടാൻ പോവാണ്. 5000 mAh ബാറ്ററിയാണ് ഇനി ഐഫോണിൽ വരാൻ പോകുന്നത്. ഇവരുടെ ഒപ്റ്റിമൈസേഷൻ വെച്ച് നോക്കുമ്പോൾ നല്ല ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൻഡ്രോയിഡ് യൂസേഴ്സിനോട് മിണ്ടണ്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, ആൻഡ്രോയിഡിൽ ഇപ്പോൾ 6000 7000 വെച്ചിട്ട് അതിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ 5000ൻ്റെ കഥ പറയുന്നത്. അവരോട് മിണ്ടണ്ട. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഹെവി ബാറ്ററി ലൈഫ് കിട്ടും. mAhലല്ല കാര്യം, ആപ്പിളിനെ സംബന്ധിച്ച് ഇവരുടെ ഒപ്റ്റിമൈസേഷൻ ഗംഭീരമാണ്. അതുകൊണ്ട് നല്ല ബാറ്ററി ലൈഫ് കിട്ടും. ഇത് തന്നെ എനിക്ക് ഒരു ദിവസം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിലും ബെറ്റർ ആകുമ്പോൾ തീർച്ചയായിട്ടും ബാറ്ററി ലൈഫ് കിട്ടും. പക്ഷേ വെയിറ്റും തിക്നെസ്സൊക്കെ കൂടുമെന്ന് പറയുന്നത് എനിക്കത്ര യോജിപ്പില്ല. എന്തായാലും അതൊരു നല്ല മാറ്റമാണ്. ബാറ്ററി ലൈഫ് കൂടാൻ പോകുന്നു. ഇനി ഫാസ്റ്റ് ചാർജിങ്ങും ഇമ്പ്രൂവ് ആവുകയാണ്. 35 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്ങും 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യാൻ പോവാണ്. സോ ബെറ്ററായ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. നമ്മളെ സംബന്ധിച്ച് ബെറ്ററാണ്. ആൻഡ്രോയിഡുകാർക്ക് 100-120 വാട്ടൊക്കെ എത്തി. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. നമ്മളെ സംബന്ധിച്ച് ഇമ്പ്രൂവ്ഡ് ആയ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ വരുന്ന മാറ്റം, ഈ ക്യാമറ മോഡ്യൂൾ സൈഡിലേക്ക് ഇങ്ങനെ നീണ്ടുവരും. കാരണം ഇതിനകത്ത് ക്യാമറയുടെ ഭാഗത്ത് മാറ്റമുണ്ട്. ഡിസൈൻ ഈ ഒരു നിങ്ങൾക്കിവിടെ ഇമേജുകൾ കാണാം, അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ ഫുൾ ഗ്ലാസ് അല്ല, അലുമിനിയം സെറ്റപ്പിലാണ് ഫ്രെയിമൊക്കെ വരാൻ പോകുന്നത്. ടൈറ്റാനിയം മാറ്റമാണത്രേ. ഇത് അലുമിനിയം ആയിരുന്നു, ഇത് ടൈറ്റാനിയം ആക്കി, അതാണ് അപ്പോഴും നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ നേരെ തിരിച്ചിട്ട് അലുമിനിയം ആക്കുന്നു. വേറെ എന്ത് മാറ്റാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിടുക എന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും മാറ്റി വരുന്നത് അലുമിനിയം സെറ്റപ്പിലാണ് വരാൻ പോകുന്നത്. ഈ ക്യാമറ മോഡ്യൂൾ ഇങ്ങനെ സൈഡിലേക്ക് നീണ്ടു വരുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ടെലിഫോട്ടോ ലെൻസ് കുറച്ചുകൂടി നല്ലത് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 3 ക്യാമറയും 48 മെഗാപിക്സലാണ്. മെയിൻ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ, ടെലിഫോട്ടോ. അതിൽ 8x സൂമൊക്കെ വരുന്നുണ്ട്. സോ അതായത് പോർട്രേറ്റ് ഇമേജൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സ്പെക്ക് കേൾക്കുമ്പോൾ. സോ ആ ടെലിഫോട്ടോ ലെൻസ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഏരിയ അങ്ങനെ നീണ്ടു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും ഡിസൈൻ ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്നതാണോ ഇനിയിപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നതാണോ അറിയില്ല. കാണാൻ ഇപ്പോൾ ഈ ലുക്കിലാണ്. പണ്ടത്തെ പോക്കോ ഫോണുകളുടെയൊക്കെ, പണ്ടത്തെ അല്ല ഇപ്പോഴും പോക്കോ ഫോണുകൾക്ക് ആ ഒരു ഡിസൈൻ തന്നെയാണല്ലേ. എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ, സത്യത്തിൽ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഒരുപാട് പേര് പറയുന്നു അമേസിങ്, ഓസം എന്നൊക്കെ പറഞ്ഞ് ട്വിറ്ററിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ഇഷ്ടമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും പറയണേ. സോ ഡിസൈനിൽ ഇങ്ങനൊരു ചേഞ്ച് ഉണ്ട്. ഒപ്പം ക്യാമറയുടെ ഭാഗത്ത് ഈ പറഞ്ഞ രീതിയിൽ 48 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. ഇനി ഫ്രണ്ട് ക്യാമറയിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഒരു 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. മാറ്റം വേണമെന്നുള്ളത് ഞാനും പല അൺബോക്സിങ് വീഡിയോകളിൽ, ഐഫോണിൻ്റെയൊക്കെ വീഡിയോകളിൽ ഇഷ്ടംപോലെ പറഞ്ഞു കഴിഞ്ഞു. സെൽഫി ക്യാമറയിൽ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം സാംസങ് ഫോണാണെന്ന് ഞാൻ പല സാംസങ് വീഡിയോയിലും ഐഫോണിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇത് മാറ്റും. 24 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് തവണ കൊടുക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ 8K വീഡിയോ നമുക്ക് ഇതിൻ്റെ ക്യാമറകളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ക്യാമറയുടെ ഭാഗത്ത് വരുന്ന വലിയൊരു അപ്ഗ്രേഡാണ്. സോ 48 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 8K റെക്കോർഡിംഗ്, 24 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ ഭാഗത്ത് മൊത്തത്തിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യാൻ നോക്കേണ്ട. ക്യാമറ ക്വാളിറ്റി ഹെവി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ അതിന് വേണ്ടി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഐഫോൺ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ബെറ്റർ ക്വാളിറ്റി വീഡിയോ തരുന്ന വേറെ ഒരു ഫോണും എൻ്റെ കയ്യിൽ പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല ഇതിനേക്കാൾ മികച്ചതാണ് മറ്റൊന്നും. അക്കാര്യത്തിൽ ഇവർ കിങ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അൺബീറ്റബിൾ. സോ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്, മറക്കണ്ട ചാനൽ ഫോളോ ചെയ്യാൻ. ഇനി അടുത്തൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഐഫോൺ 17 ബേസ് മോഡലിലും വരും. കുറേ കാലമായി 80,000 രൂപയ്ക്ക് 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. വളരെ മോശമായ അവസ്ഥയാണ്. പക്ഷേ എന്നാലും ഇത് ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിന് ചെറിയ പ്രശ്നം കേൾക്കുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇത്തവണയും 17 ബേസ് മോഡലിൽ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. വൈ? എന്നാലും 100 ഹെർട്സിൻ്റെ കിട്ടുന്നുണ്ടല്ലോ ഡിസ്പ്ലേ, അത് തന്നെ വലിയ കാര്യം. പിന്നെ പ്രോ മോഡലുകളിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള ഡിസ്പ്ലേ വരും. അതായത് ഡിസ്പ്ലേയിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുക്കുകയാണ്. സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ പണ്ടേ ഉണ്ട്, എന്നാൽ ഇവരിപ്പോൾ ഇത് കൊണ്ടുവരികയാണ്. അതായത് റിഫ്ലക്ഷനുകൾ അധികം വരാത്ത, കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാഴ്ചകൾ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലും ഏത് സിറ്റുവേഷനിലും കാണാൻ കഴിയുന്ന സെറ്റപ്പാണ് സാംസങ് S25 അൾട്ര ഫോണുകളിലൊക്കെ ഉണ്ട്. ഇവർ കൊണ്ടുവരുന്നു, വരുമെന്ന് പറയുന്നു. ലീക്കാണ്, വരുമെന്നുള്ള കാര്യം കണ്ടറിയണം.
എന്തായാലും നല്ല വാർത്തയാണ്, വരികയാണെങ്കിൽ നന്നായി. ഇനി പ്രൊസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസിൽ A19 Pro ചിപ്സെറ്റ് ഒബ്വിയസ്ലി വരും, നമുക്ക് അപ്ഗ്രേഡർ ആയിരിക്കും എന്നറിയാം. പക്ഷേ അവിടുത്തെ ഹൈലൈറ്റ് അതല്ല, VC കൂളിംഗ് സിസ്റ്റവും 12 GB റാം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാ മോഡലുകളിലും. സോ ഈ VC കൂളിംഗ് സിസ്റ്റം വരുമ്പോൾ ഗുണം, നമുക്ക് ഫോണൊക്കെ ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ, ഐഫോണിൽ ഗെയിം കളിക്കുമ്പോൾ ഡിസ്പ്ലേ ഡിമാവും ഫോൺ ഹീറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് അതൊന്ന് കൺട്രോൾ ആവുന്ന അവസ്ഥ. പക്ഷേ അതിനി ഉണ്ടാവില്ല, കാരണം VC കൂളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫോൺ ഹീറ്റ് ആയാലും അത് കൺട്രോൾ ആയിക്കോളും, ഡിസ്പ്ലേ ഡിം ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ് കേട്ടോ, അത് മറക്കരുത്. എന്താണോ താൻ പറഞ്ഞ സാധനം VC കൂളിംഗ് വന്നില്ലല്ലോ എന്ന് ചോദിക്കരുത്. ലീക്സ് ആൻഡ് റൂമേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 9-ാം തീയതി ലോഞ്ച് ഉണ്ട്, അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയുള്ളൂ. എന്തായാലും 12 GB റാം വെച്ചിരിക്കുന്നത് പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസിന് ഉള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അത് കോമഡിയാണ്. എന്തായാലും എന്താ സംഭവിക്കാന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും 12 GB റാമും VC കൂളിംഗുമാണ് പെർഫോമൻസ് ഏരിയയിലെ ഹൈലൈറ്റ്. പിന്നെ ഒബിയസ്ലി 19 Pro ചിപ്സെറ്റ് പുതിയതും വരുന്നുണ്ട്. എയർ എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി തവണ വരുന്നുണ്ട്. അതിനകത്ത് വളരെ സ്ലിമ്മാണ്, 3.5 mm മറ്റോ അത്രയും സ്ലിമ്മായ ഫോണാണ്. അതിൽ 3000 mAh താഴെയാണ് ബാറ്ററി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിൽ A19 Pro എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർ ചിപ്പ് ആയിരിക്കില്ല, അതിനേക്കാൾ കുറച്ച് പവർ കുറഞ്ഞ രീതിയിലൊന്നും ഇല്ല, A19 എന്ന പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ഫോൺ ഇറങ്ങാന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണ്. പ്രൊസസ്സർ ബേസ് മോഡലിലും പ്രോ ചിപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട. സോ ഓവറോൾ അതിൽ നിന്ന് ചെറിയൊരു പ്രോ മാക്സിൽ നിന്ന് ചെറിയൊരു പവർ കുറഞ്ഞ സാധനമായിരിക്കും ഇതിലൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപ്ഗ്രേഡ് തന്നെയായിരിക്കും, അതിൽ പ്രത്യേകിച്ച് അധികമൊന്നും പറയാനില്ല. ഇതിൽ എല്ലാ വർഷവും വരുന്ന അപ്ഗ്രേഡാണ്. സോ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ എല്ലാ ഘടകങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസൈനെ കുറിച്ച് പറഞ്ഞു, അതിൽ വരുന്ന മാറ്റം, പോക്കോയുടെ പോലത്തെ ഒരു ക്യാമറ സെറ്റപ്പ്, ഡിസ്പ്ലേയിൽ അടിപൊളി മാറ്റങ്ങൾ, ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. 1 GHz 17 വരുന്നു, ബാറ്ററിയിൽ, ചാർജിങ്ങിൽ, എല്ലാത്തിലും മാറ്റങ്ങൾ. സോ അങ്ങനെ മൊത്തത്തിൽ ഈ ഫോണിൻ്റെ ഇപ്പോൾ എല്ലാ മേഖലകളും നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് 17 സീരീസിൽ വരാൻ പോകുന്ന മാറ്റം. 17 സീരീസ് 9-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ ഇതെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? ഇനി ഞാൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ആപ്പിൾ ഫാൻസിനെ സംബന്ധിച്ച് അപ്ഗ്രേഡായ പുതിയ ഒരു സെറ്റ് ഫോണുകൾ വരികയാണ്. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 100 യൂസേഴ്സിൻ്റെ അടുത്ത് അധികം പോയിട്ട് പറയാൻ നിൽക്കണ്ട. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ ക്യാമറ വീഡിയോ ക്വാളിറ്റി വെച്ച് ബാക്കി എല്ലാം അവന്മാരെ ഇതിനേക്കാളും ബെറ്റർ സ്പെക്ക് ഉണ്ടെന്നേ. എന്താ ചെയ്യുക? എന്തായാലും വരട്ടെ, വന്നിട്ട് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തൊക്കെ നോക്കാം. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സോ അപ്പോൾ അതാണ് 17 സീരീസിനെ കുറിച്ചുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് റൗണ്ട് അപ്പ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.